എനിക്ക് തെറ്റുപറ്റി. മാപ്പർഹിക്കാത്ത തെറ്റ്. ഞാൻ ഭാനുവിനെ തെറ്റിദ്ധരിച്ചു. എന്നെ ഉള്ളു തുറന്ന് സ്നേഹിച്ച ആതിരയെ ഞാൻ അവിശ്വസിച്ചു. ഇപ്പൊ ഇങ്ങനെ തോന്നാൻ ഞാൻ അവളുടെ മനസ്സ് കണ്ടത് ഇപ്പോഴാ ഭാനു. അവളുടെ ഡയറിയിൽ നിന്ന്. നന്ദേട്ടന്റെ സംശയം മാറാൻ അവളുടെ ഡയറി വേണ്ടി വന്നു അല്ലേ? നന്ദേട്ടൻ ആതിരയെ കണ്ടോ? ഇല്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? എനിക്ക് അവളോടൊന്നും പറയാനുള്ള ധൈര്യമില്ല ഭാനു. അവൾ എന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ. വേണ്ട, ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നന്ദേട്ടന്റെ സംശയം മാറിയെന്ന് പറഞ്ഞാൽ അവളും കുഞ്ഞും ഓടിയെത്തും. ഒന്നും പറയാതിരുന്നാൽ എങ്ങനാ? ഞാൻ എന്തു പറയാനാ? മകളാണെങ്കിലും നിർബന്ധിക്കുന്നതിന് അതിരില്ലേ? അച്ഛനാണെങ്കിൽ ഉപദേശിക്കാവുന്നതിന്റെ പരമാവധി ഉപദേശിച്ചു. ഭാനു ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്. എന്തൊക്കെ പറഞ്ഞിട്ട് അവളുടെ തലയിലിട്ടൊന്ന് കയറണ്ടേ? മകള് ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛനും ഉമ്മയ്ക്കും വലിയ സന്തോഷമായിരിക്കും അവളുടെ ധാരണ. ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നന്ദേട്ടനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് കരുതിയോളാം ഞാൻ. ഇപ്പൊ പിരിഞ്ഞിരിക്കാൻ ഞാൻ ശീലിച്ചു. നീ പോന്നതോടെ അവന്റെ സ്വസ്ഥത ആകെ തകർന്നു മോളെ. കോടതി നേരെ ചൊവ്വേ പോകുന്നില്ല. ആ പെണ്ണ് കൊല്ലപ്പെട്ട കേസിൽ നാളെ ഹാജരാകാതിരുന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്തു നിന്നും അവനെ മാറ്റും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ തൊഴിൽ വേണ്ടെന്ന് വെക്കത്തേ ഉള്ളൂ. അറിയാമല്ലോ അവന്റെ സ്വഭാവം. നിന്നെ ഒഴിവാക്കിയാലേ മനസമാധാനം കിട്ടൂ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അവന്റെ വിചാരം. ഇപ്പോ നീ വന്നാലേ മനസമാധാനം കിട്ടൂ എന്നായി. എന്നെ തെറ്റിദ്ധരിച്ചതിൽ എനിക്കൊരു പ്രയാസവും ഇല്ല. പക്ഷെ അനന്തമോൻ, അവൻ എന്ത് പഴച്ചു? അവനെ ഒന്ന് കാണാൻ നന്ദേട്ടൻ വന്നു. അവനെ പറ്റി ഒന്ന് അന്വേഷിച്ചു. എത്ര പെട്ടെന്ന് അവൻ നന്ദേട്ടൻ ആരും അല്ലാതായി തീർന്നത്. അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. എന്റെ മോന് മനസമാധാനം കിട്ടാൻ വേണ്ടി മാത്രമല്ല മോള് വരണമെന്ന് പറയുന്നത്. കൊള്ളരുതാത്തവനാണെങ്കിലും ഒരു ഭർത്താവുള്ളതാണ് സ്ത്രീക്ക് ധൈര്യം. ഇനി മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കുക. ഇതിൽ കൂടുതലൊന്നും അമ്മയ്ക്ക് പറയാനില്ല. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കതാ മനസ്സിലാകാത്തത്. നിന്റെ ഭർത്താവിന്റെ അമ്മയാ വന്ന് വിളിച്ചത്. എന്നിട്ടും പോകാൻ കൂട്ടാക്കാത്തത് എന്ത് വാശിയുടെ പേരിലായാലും അഹങ്കാരമാണ് നീ കാണിച്ചത്. ഒരു പെണ്ണിന് ഇത്ര പിടിവാശി പാടില്ല. എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല, അതെനിക്കറിയാം. എല്ലാം വരുത്തി വെച്ചത് നീ തന്നെയല്ലേ? എന്നിട്ട് മനസ്സിന്റെ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷിക്കാൻ ആര് വരുമെന്ന് നിന്റെ വിചാരം? നിനക്ക് മാത്രമുള്ളോ മനസ്സ്? നീ എന്താ നന്ദേട്ടന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്? നന്ദേട്ടൻ കുഞ്ഞിനെ നോക്കിയില്ല എന്നല്ലേ നിന്റെ പരാതി? കുഞ്ഞിനെ കൊഞ്ചിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു നന്ദേട്ടൻ. ആ കാരണം പറഞ്ഞാണ് നീ പോകാതിരിക്കുന്നതെങ്കിൽ അനന്തമോ വലുതാവുമ്പോ അവനെ അച്ഛനിൽ നിന്ന് അകറ്റിയത് അമ്മയുടെ പിടിവാശിയല്ലെന്ന് അവൻ ചോദിച്ചാൽ നീ മോനോട് എന്ത് മറുപടി പറയും? വാശിയും പരിഭവം കാണിക്കാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, നീ ഇന്നൊരു അമ്മയാണ്. നീ കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ട നന്ദേട്ടൻ ഇതുവരെ കോടതിയിൽ പോയിട്ടില്ല. നാളെയും കൂടെ കോടതിയിൽ ഹാജരാവാതിരുന്നാൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് തുടരാനാവുമെന്ന് നീ കരുതുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ചാൽ കളങ്കമില്ലാതെ ഭാര്യയെ സ്നേഹിച്ച ഒരു മനുഷ്യനെ പൂർണ്ണമായി നശിപ്പിച്ചതിന് സമാധാനം പറയാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും എന്തെങ്കിലും നിനക്ക് ഒഴിഞ്ഞു മാറാനൊക്കൂ? ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഭാനുവേട്ടൻ നിന്നെ കാണാൻ വരില്ല. പോട്ടെ.
ഇരിക്കാൻ വന്നതല്ല. എനിക്ക് അവളെ ഒന്ന് കാണണം. അവളെ അങ്ങോട്ട് അയക്കാൻ ഞങ്ങളെ കഴിയുന്നതൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇനി ആരും അതിന് ബുദ്ധിമുട്ടണ്ട. എനിക്കൊരു തെറ്റ് പറ്റി. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട നിമിഷം ഞാനത് തിരുത്താൻ ശ്രമിച്ചു. ഞാൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറായില്ലെങ്കിലോ എന്ന് കരുതി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞാൻ ഭാനുവിനെ അയച്ചു. അതും പോരാഞ്ഞ് എന്റെ അമ്മ വന്ന് നിന്റെ കാല് പിടിച്ചു. എന്നിട്ടും നീ നിന്റെ വൃത്തികെട്ട വാശി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എന്റെ അമ്മയെ ധിക്കരിച്ചവളെ എനിക്കിനി ആവശ്യമില്ല. ഒരു പുരുഷന് താഴാവുന്നതിന്റെ പരമാവധി ഞാൻ താണു. മാപ്പറിയിക്കാത്ത വിധത്തിൽ ഇത്ര ക്രൂരത കാണിക്കാൻ ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഇവളുടെ കഴുത്തിലൊരു താലി കിട്ടിയിരുന്നു. അതിങ്ങ് തിരികെ വാങ്ങാനാ വന്നത്. എന്ത് ബുദ്ധിമോശ നന്ദിനി പറയുന്നത്? പൂർണ്ണ ബുദ്ധിയോടെ തന്നെയാ പറയുന്നേ. ഞാൻ കെട്ടിയ താലിയുമായിട്ട് നീ ഈ വീട്ടിൽ നിൽക്കണ്ട. അതിങ്ങ് വന്നേക്ക്. ഇല്ല, ഞാൻ തരില്ല. എന്നോടൊപ്പം ജീവിക്കാനുള്ള മനസ്സ് നിനക്കില്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള ഓരോ ഓർമ്മയും ഇവിടെ അവശേഷിക്കണ്ട. എന്താ നന്ദ ഈ രാത്രിയില്? ആതിരെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാനുള്ള ധൈര്യം കിട്ടിയില്ല. കുറ്റബോധം കൊണ്ടാ. ആതിരെ, എല്ലാം മറന്ന് നീ എന്റെ കൂടെ വരണം. എന്തിനാ ഞാൻ വരുന്നത്? നന്ദേട്ടന്റെ കുറ്റബോധം മാറ്റാനോ? കോടതിയിൽ നാലാളുടെ മുമ്പിൽ വെച്ച് ഞാൻ പിഴച്ചവളാണെന്ന് പറയുമ്പോ ഇല്ലാതെ പോയ കുറ്റബോധം ഇപ്പോഴെന്തിന്? എന്റെ കാര്യം പോട്ടെ, അനന്തമോന്റെ കാര്യം നന്ദേട്ടൻ ഓർത്തോ? അവന്റെ ഭാവിയെ പറ്റി ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചോ? നാട്ടുകാരുടെ മുന്നിൽ എന്റെ മോൻ ഇനി എന്ത് സ്ഥാനമാണുള്ളത്? വീണ്ടും വിചാരമില്ലാതെ ചിന്താശക്തി പോലും മരവിച്ചു പോയൊരവസ്ഥയിലായിരുന്നു ഞാൻ. നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയി. അതുകൊണ്ടാ ഒത്തിരി വെറുക്കേണ്ടി വന്നത്. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നന്ദേട്ടൻ ഒരു അവസരം തന്നു. ആ കത്തിനെ പറ്റി നന്ദേട്ടൻ എന്നോടൊരു വാക്ക് ചോദിച്ചു. സത്യം ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചില്ലേ? അതിനും നന്ദേട്ടൻ സമ്മതിച്ചില്ലല്ലോ. ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നിന്റെ മനസ്സ് പൂർണ്ണമായും അറിയാൻ എനിക്ക് കഴിയാതെ പോയി. ഇനിയും കഴിഞ്ഞത് ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിപ്പിക്കാതെ നീ എന്റെ കൂടെ വരണം. ഇല്ല, പിഴച്ച ഭാര്യയെ ഉപേക്ഷിച്ച അഡ്വക്കേറ്റ് നന്ദകുമാർ ഇപ്പൊ സമൂഹത്തിൽ മാന്യനാണ്. നാട്ടുകാരുടെ കണ്ണിൽ നല്ലവളല്ലാത്ത ഞാൻ ഇനിയും നന്ദേട്ടനോടൊപ്പം വന്നാൽ നന്ദേട്ടന്റെ അന്തസ്സ് തകരും. അതുകൊണ്ട് ഞാൻ വരില്ല. കുറച്ചു നാളത്തേക്കായിരുന്നെങ്കിലും കുറെ നല്ല ഓർമ്മകൾ നന്ദേട്ടൻ എനിക്ക് തന്നല്ലോ. അത് മതി എനിക്കിനി ജീവിക്കാൻ. നിന്റെ മുന്നിൽ കുറ്റം ഏറ്റു പറഞ്ഞാലെങ്കിലും നീ എന്നോടൊപ്പം വരുമെന്നൊരു പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. അത് വെറും സ്വപ്നമായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. ഒരപേക്ഷയുണ്ട്. വല്ലപ്പോഴും എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ അതിനുള്ള അവകാശം നിഷേധിക്കരുത്.